നിനക്ക് ലേണേഴ്സ് ടെസ്റ്റ് ഒക്കെ ഉള്ളല്ലേ, വല്ലതും പഠിച്ചൂടെ? അതൊക്കെ ഇപ്പൊ എത്ര സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ചുമ്മാ പോയി കറക്കി കുത്തി പാസ്സായിട്ട് വരുവാ. കോൺഫിഡൻസ് ഒക്കെ കൊള്ളാം. പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണമൊന്നും നടപ്പിലാകാത്തത് വരെ കുഴപ്പമൊന്നുമില്ല. എന്ത് പുതിയ പരിഷ്കരണം? അത് കഴിഞ്ഞ ദിവസം ആലപ്പുഴ കളർക്കോട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ വാഹനാപകടത്തിൽപ്പെട്ടല്ലോ. ആ അപകട സ്ഥലം സന്ദർശിച്ച ശേഷം നമ്മുടെ ഗതാഗത കമ്മീഷണർ CH നാഗരാജു നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ചില പരിഷ്കരണങ്ങളൊക്കെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പ്രധാന പരിഷ്കരണം വരുന്നത് ലേണേഴ്സ് ടെസ്റ്റിലാണ്. ലേണേഴ്സ് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂട്ടും. തിയററ്റിക്കൽ അറിവ് കൂട്ടാൻ വേണ്ടിയിട്ടാണിത്. പിന്നെ നെഗറ്റീവ് മാർക്കും ഉണ്ടാവും. ലേണേഴ്സ് കഴിഞ്ഞ് 6 മാസം മുതൽ 1 വർഷം വരെ പ്രൊബേഷൻ സമയമായിരിക്കും. ഈ സമയത്ത് അപകടമൊന്നും ഉണ്ടായില്ലെങ്കിൽ യഥാർത്ഥ ലൈസൻസ് നൽകുന്ന പരിഗണിക്കും. പിന്നെ 8 മാത്രം എടുക്കുന്ന രീതി മാറ്റണമെന്നും അക്രഡിറ്റഡ് ഡ്രൈവിംഗ് കൂടുതൽ വരുമ്പോൾ മാറ്റം ഉണ്ടാകുമെന്നും ഗതാഗത കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്വകാര്യ വാഹനങ്ങൾ പണത്തിനോ അല്ലാതെയോ ഓടിക്കാൻ കൈമാറ്റം ചെയ്യാൻ പാടില്ലെന്നും കൈമാറിയാൽ അത് വാഹനം വാടകയ്ക്ക് നൽകുന്നതായിട്ട് കണക്കാക്കുമെന്നാണ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ റോഡ് സുരക്ഷ കാര്യക്ഷമമാക്കുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇനി പോലീസും MVDയും സംയുക്തമായിട്ട് പരിശോധന നടത്തുമെന്നാണ് ഗതാഗത കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ റോഡ് നന്നാക്കുന്നതിനെ കുറിച്ച് ആരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ.